നമസ്കാരം. ഇന്ത്യയിൽ നിന്ന് ജോലി തേടി പോകുന്ന പ്രവാസികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന രാജ്യങ്ങളിലൊന്ന് UAE ആണ്. ഇവിടങ്ങളിൽ വ്യത്യസ്തമായ മേഖലകളിൽ ഇന്ത്യക്കാർ ജോലി ചെയ്ത് വരുന്നുണ്ട്. സാമ്പത്തികം, ആരോഗ്യം, വിവരസാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, ബാങ്കിംഗ് എന്നിവയിൽ തുടങ്ങി സാധാരണ ബ്ലൂ കോളർ തൊഴിൽ മേഖലയായ ശുചീകരണം, വീട്ടുജോലി, ഇലക്ട്രീഷ്യൻ, പ്ലംബർമാർ അങ്ങനെ വൈവിധ്യമാർന്ന എല്ലാ മേഖലകളിലും പ്രവാസി സാന്നിധ്യമുണ്ട്. UAEയിലെ 1 കോടി ജനങ്ങളിൽ 43% ഇന്ത്യക്കാരാണ്. 43 ലക്ഷം ഇന്ത്യക്കാർ UAEയിൽ ജീവിക്കുന്നുവെന്നാണ് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പുറത്തുവിട്ട പുതിയ കണക്കിൽ പറയുന്നത്. സന്ദർശക ടൂറിസ്റ്റ് വിസക്കാരെ ഉൾപ്പെടുത്താതെ റെസിഡൻസി വിസയുള്ള ഇന്ത്യക്കാരുടെ മാത്രം എണ്ണം ഇതാണെന്ന് ഓർക്കണം. റെസിഡൻസി വിസകളുടെ അടിസ്ഥാനത്തിൽ ആദ്യമായാണ് ജനസംഖ്യ കണക്കെടുത്തതെന്നാണ് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പറയുന്നത്. എന്തായാലും ഗൾഫ് മേഖലയിലെ ഇന്ത്യക്കാരുടെ ഏകദേശ കണക്കനുസരിച്ച് UAE പ്രവാസികളുടെ പ്രിയപ്പെട്ട ഇടമാണെന്ന് പറയാം. 10 ലക്ഷം സ്വദേശികളാണ് UAEയിലുള്ളത്. ആകെ ജനസംഖ്യ 1 കോടിയും. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ജനസംഖ്യയുടെ 90%. 2005 മുതൽ 2020 വരെയുള്ള കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ വിദേശങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം അയച്ചു കിട്ടുന്ന ആദ്യ 10 രാജ്യങ്ങളിൽ 1-ാം സ്ഥാനം ഇന്ത്യക്കാണ്. 2020 മാത്രം ഏകദേശം 68.93 ലക്ഷം കോടി രൂപ വിദേശ പണമാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. ഒരു കാലത്ത് ഇന്ത്യയിലേക്കുള്ള ഗൾഫ് പണമൊഴുക്കിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്ന സംസ്ഥാനം കേരളമായിരുന്നു എന്ന് പറയണം. കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വ്യാപകമായ കുടിയേറ്റത്തിന്റെ ഫലമായിരുന്നു ഇത്. മലബാർ മേഖലകളിൽ നിന്ന് 60കളിലും 70കളിലും ഗൾഫിലേക്ക് കുടിയേറിയത് 10,000-കണക്കിന് മലയാളികളാണ്. 70കളിൽ ഇന്ത്യ നേരിട്ട വിദേശ നാണയ പ്രതിസന്ധി ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിഞ്ഞത് അക്കാലത്ത് വിദേശ ഇന്ത്യക്കാരിൽ ഭൂരിപക്ഷമായിരുന്ന മലയാളികൾ മാസം തോറും കേരളത്തിലേക്ക് അയച്ചിരുന്ന വിദേശ പണത്തിന്റെ ബലത്തിലായിരുന്നു. റിപ്പോർട്ട് അനുസരിച്ച് ഗൾഫിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന മൊത്തം വിദേശ പണത്തിന്റെ 10.2% മാത്രമാണ് കുടിയേറ്റ തൊഴിലാളികൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായ കേരളത്തിലേക്ക് എത്തുന്നത്. എന്നാൽ കേരളത്തിലേക്ക് എത്തുന്നതിന്റെ 3 ഇരട്ടിയിലധികമെങ്കിലും ഗൾഫ് പണം മഹാരാഷ്ട്രയിൽ എത്തുന്നുണ്ടെന്നാണ് RBIയുടെ കണക്ക്. കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യയിലേക്കുള്ള മൊത്തം പണം അയക്കലിന്റെ 35.2% മഹാരാഷ്ട്രയിലേക്ക് എത്തുന്നത്. കേരളത്തിൽ എത്തുന്നത് 10.2%. റിസർവ് ബാങ്കിന്റെ 5-ാം റൗണ്ട് റിപ്പോർട്ടിലെ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ. മഹാരാഷ്ട്രയും കേരളവും കഴിഞ്ഞാൽ തമിഴ്നാട്, ഡൽഹി, കർണാടകം, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, പഞ്ചാബ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളാണ് പുറകെ വരുന്നത്. 1.9% രേഖപ്പെടുത്തിയ ജാർഖണ്ഡാണ് വിദേശ പണമൊഴുക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം. ഗൾഫ് രാജ്യങ്ങളിൽ ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന സംസ്ഥാനങ്ങളായ കേരളം, തമിഴ്നാട്, കർണാടക എന്നിവയുടെ വിദേശ വിഹിതം 2020-21 ഏതാണ്ട് പകുതിയായി കുറഞ്ഞെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മലയാളികൾ ഗൾഫ് കുടിയേറ്റം തുടങ്ങുന്നത് 60കളിലും 70കളിലുമാണ്. ഇന്ത്യയെയും കേരളത്തെയും സംബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന പണത്തിന് വലിയ പങ്കുണ്ട്. വിസിറ്റിംഗ് വിസയിൽ വിദേശത്ത് ചെന്ന് ജോലി ശരിയാക്കി തിരിച്ചു വരാം എന്ന പലരുടെയും പ്രതീക്ഷ പലപ്പോഴും അസ്ഥാനത്താകുന്നുണ്ട്. പ്രവാസികളിൽ പലർക്കും ജോലി ശരിയാകാതെ നാട്ടിലേക്ക് മടങ്ങി വരേണ്ട സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.